ചോദ്യമുണ്ട് അലിഗഡ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട്. അലിഗഡ് ക്യാമ്പസുമായി ബന്ധപ്പെട്ട് സഖാവ് കെ.ടി. ജലീലിനോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഉദ്ദേശിക്കും പോലെ കേന്ദ്രത്തിൽ അധികാരത്തിൽ വരികയാണെങ്കിൽ, അതല്ല എങ്കിൽ, അതിനാണല്ലോ ഇപ്പോൾ നോക്കണ്ട, BJP അധികാരത്തിൽ വരുന്ന പണിയാണ് യഥാർത്ഥത്തിൽ CPM ചെയ്യുന്നത്. അലിഗഡ് യൂണിവേഴ്സിറ്റി മലപ്പുറത്ത് നഷ്ടപ്പെടാനുള്ള അനവധി അവസരങ്ങൾ ഇപ്പോൾ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. ഒന്നെങ്കിൽ ചോലമലയിലെ ആ സ്ഥലത്തിന്റെ കേസ് ഹൈക്കോടതി നടന്നുകൊണ്ടിരിക്കുകയാണ്. 100ഓളം അവിടെയുള്ള സ്ഥലത്തിന്റെ ആൾക്കാർ, 100ഓളം പേർ രാംകുമാർ എന്ന വക്കീലിനെ കണ്ട് അവിടെ അതിന് സ്റ്റേ വാങ്ങുന്നതിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞു. അതിന്റെ കൺവീനർ ദാമു എന്ന EMS മനക്കലിലെ EMSന്റെ ആ തറവാടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് ദാമു. കൺവീനർ ചെയർമാൻ അഫ്സൽ എന്ന് പറയുന്ന ഒരാളുമാണ്. അങ്ങനെയൊക്കെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് വരാൻ അവസരം മലപ്പുറം ജില്ലയ്ക്ക് നഷ്ടപ്പെടുകയാണെങ്കിൽ അങ്ങ് ഇതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഈ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുമോ? അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റിയുടെ ഓഫ് ക്യാമ്പസ് വന്നാൽ അങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകുമോ? ചോദ്യത്തിന് മറുചോദ്യം വേണ്ട എന്നാണ് അവർ പറയുന്നത്. ചോദ്യത്തിന് മറുചോദ്യം വേണ്ട, ഒരു ഉത്തരം നൽകണമെന്ന്. എനിക്ക് തരേണ്ട ഒരു ഉത്തരമല്ല തന്നിട്ട് എന്നോട് മറുചോദ്യമാണ് ചോദിച്ചത്. ഞാൻ ഇവിടെ ചോലമലയിൽ ആ ക്യാമ്പസ് വരികയാണെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ചോലമലയിൽ ആ ക്യാമ്പസ് വരികയാണെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ചോലമലയിൽ ആ ക്യാമ്പസ് വരികയാണെങ്കിൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. ചോലമലയിൽ വരികയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെക്കാൻ തയ്യാറാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ തയ്യാറാണ്. അങ്ങ് ഇത് നഷ്ടപ്പെട്ടാൽ MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് ഇത് തയ്യാറാകുമോ എന്നാണ് എന്റെ ചോദ്യം. അദ്ദേഹത്തിന്റെ ഉത്തരം എന്തെങ്കിലും മറുപടി ഉണ്ടോ? ഇനി ഇല്ല ഉണ്ടോ? എങ്കിലും ഒരു ചോദ്യമാകാതെ അദ്ദേഹത്തിന് 2 വാക്ക് കൂടി പറയാനുണ്ടെന്ന് പറയുന്നു. പൂർത്തിയാക്കാൻ. ഓക്കെ, അങ്ങനെ ഒറ്റ വാക്കിൽ ഉത്തരം പറയണമെന്നൊന്നും പറഞ്ഞാൽ നടക്കൂല. ഞാൻ പറയട്ടെ, നമ്മളായിട്ട് അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. നാസർക്ക, അദ്ദേഹം മറുപടി പറയുന്നുണ്ട്. മറുപടി കേൾക്ക്. നമ്മൾ ഈ ചർച്ച അവസാനിപ്പിക്കില്ല. നമ്മൾ ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പൊന്നാനിയിലെ അതിതീക്ഷ്ണമായ മത്സരച്ചൂടിന്റെ ഒരു നേർചിത്രം തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്മൾ വളരെ പരിമിതരായ ഓഡിയൻസിനെ വിളിച്ചുകൊണ്ട് നടത്തിയ ഈ പരിപാടിയിൽ പോലും പൊന്നാനിയിലെ ഇരു മുന്നണികളും തമ്മിലുള്ള തീപാറുന്ന പോരാട്ടത്തിന്റെ നേർചിത്രം നമുക്കിവിടെ ദൃശ്യമാണ്. നമ്മൾ ഈ അങ്കത്തട്ട് നവാഭിഷൻ പരിപാടി സംഘടിപ്പിച്ച ഈ അങ്കത്തട്ട്